സർ വി എസ് കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവന നൽകിയ നേതാവായിരുന്നു. സർ, ചില കാലങ്ങളിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ചരിത്രമാകുന്ന ജനതകളുണ്ട്. ചില വ്യക്തികൾ ജീവിച്ചിരിക്കുന്നു എന്നതാകാം ചിലപ്പോഴൊക്കെ ചില കാലങ്ങൾ അളയാടപ്പെടുത്തുന്നത്. ചില വ്യക്തികൾ തലമുറകളുടെ അനശ്വരമാക്കപ്പെടുന്നു. ദുരിത ജീവിതം മാത്രം അറിയാവുന്ന കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പണിയെടുക്കുന്നവർക്ക് നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തും പ്രതീക്ഷയുമായിരുന്നു വി എസ്. അതേ, സമരകേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖമായിരുന്നു അത്. സർ, ഭൂരിപക്ഷ തീരുമാനം ന്യായത്തിനെതിരാകുമ്പോൾ അതിന് വഴങ്ങാതിരിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അതിന് ഉൾക്കരുത്തും തൻ്റെ ഇടവും ഒന്ന് വേറെ തന്നെ വേണം. വി എസിൽ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. സർ, ഉറച്ച നിലപാടും നിശ്ചയദാർഢ്യവുമായിരുന്നു വി എസിൻ്റെ പോരാട്ടത്തിൻ്റെ അടിത്തറ. മറയൂരിലെ ചന്ദനക്കൊള്ള, പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം, നഴ്സിംഗ് സമരം, പെമ്പിളൈ ഒരുമൈ സമരം, അനധികൃത ഭൂമി കയ്യേറ്റത്തിനെതിരായ സമരം, കർഷക തൊഴിലാളികൾ തൊഴിൽ സംരക്ഷണത്തിനായുള്ള പോരാട്ടം, ഇതൊക്കെ ഈ ജീവിതത്തിൽ നിന്നും വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും. ഈ സമരങ്ങളെല്ലാം അദ്ദേഹത്തെ ജനകീയ നേതൃത്വത്തിൻ്റെയും ആദർശനിഷ്ഠയുടെയും പ്രതിഫലനമാണ്. സർ, കേരളത്തിൻ്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു വി എസ്. തിരുവിതാംകൂറിലും പിന്നീട് കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗമാണ് വി എസ് വിടവാങ്ങുന്നതോടെ അവസാനിച്ചത്. ജീവിത പ്രയാസങ്ങളുടെ കനൽ വഴികൾ കടന്നാണ് അദ്ദേഹം വന്നത്. അതാണ് പിൽക്കാല പോരാട്ടങ്ങളുടെ പാതയിൽ ഇടറാതെ നിൽക്കാൻ അദ്ദേഹത്തിന് കരുത്തായത്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോയ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഒരിക്കലും മറക്കാത്ത നേതാവായി മാറി. സർ, പ്രൊഫസർ കുഞ്ഞാമൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസിനെ കാണാൻ സെക്രട്ടേറിയറ്റിലേക്ക് പോയ സന്ദർഭം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ വി എസ് ഇരിക്കുന്നു, നമ്മളെപ്പോലെ ഒരാളായിട്ട്. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും നേതാവും വി എസ് ആയതിൻ്റെ കാരണം മറ്റൊന്നല്ല, ജനങ്ങൾ അവരിൽ ഒരാളായി അദ്ദേഹത്തെ കണ്ടു. കലർപ്പില്ലാത്ത നിലപാടുകളിലൂടെ ആ വിശ്വാസം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. സർ, കേരളത്തിൽ ഹരിത രാഷ്ട്രീയം അടയാളപ്പെടുത്തിയ നേതാവ് ഇന്ന് തലമുറകൾ വി എസിനെ വിലയിരുത്തും. പശ്ചിമഘട്ട ആവാസ വ്യവസ്ഥയും തണ്ണീർത്തടങ്ങളും വയലുകളുമാണ് ഇവിടുത്തെ മണ്ണിനെയും മനുഷ്യനെയും മറ്റ് ജീവജാലങ്ങളെയും നിലനിർത്തുന്നതും കാലാവസ്ഥയെ ക്രമീകരിക്കുന്നതുമെന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചു. ഇക്കാര്യത്തിൽ ഒരു മതരാഷ്ട്രീയ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്കും അദ്ദേഹം വഴങ്ങിയിട്ടില്ല. ഇടപെടേണ്ട സമയത്ത് മൗനം അവലംബിക്കുകയാണെങ്കിൽ അത് ധാർമ്മികതയുടെ മരണമാണ്. അധികാരത്തോട് സത്യം വിളിച്ചു പറയുന്നത് വിപ്ലവമാണ്. ധാർമ്മികതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ധിക്കാരത്തിൻ്റെ പിൻബലം. വിപ്ലവകാരിക്ക് ധിക്കാരം അന്യമല്ല. വിജയങ്ങളെക്കാൾ ഉപരി പരാജയങ്ങൾ വി എസിനെ നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പരാജയത്തിൽ ചിലതെല്ലാം നിലപാടുകളുടെ വിജയമായിരുന്നു എന്നുകൂടി നാം കാണണം. സർ, 1997 കേരളം കണ്ട പ്രധാന പ്രക്ഷോഭത്തിൻ്റെ മുന്നണി പോരാളിയായിരുന്നു വി എസ്. കുട്ടനാട്ടിൽ നെൽവയലുകൾ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെതിരായിരുന്നു കർഷക തൊഴിലാളികളെ ഒന്നിച്ചു കൊണ്ടുവന്ന് നെൽവയലുകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നടത്തിയ ശക്തമായ പ്രക്ഷോഭങ്ങൾ. അത് സംഘടിപ്പിച്ച പിൽക്കാലത്ത് നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണത്തിനായുള്ള നിയമം നിർമ്മാണത്തിന് ഈ സമരം പ്രധാന കാരണമായി. അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരിക്കെയാണ് 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. നിലപാടുകളുടെ ഈ തുടർച്ചയാണ് കേരളത്തെ അദ്ദേഹത്തോടൊപ്പം നിർത്തിയത്. അതുകൊണ്ടാണ് വി എസ് എന്ന രണ്ടക്ഷരം ലക്ഷോപലക്ഷങ്ങൾക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായത്. അഴിമതിക്കെതിരായ പോരാട്ടം, സാമൂഹ്യനീതി തുടങ്ങിയ വിഷയങ്ങളിൽ പെടുന്ന നിലപാടുകളിൽ അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ വിമർശനങ്ങളും ഉറച്ച നിലപാടുകളും പ്രസക്തമാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അവിസ്മരണീയമാണ്. സൂര്യനെല്ലി, ഐസ്ക്രീം പാർലർ, കിളിരൂർ കേസുകളിൽ വി എസ് നടത്തിയ ഇടപെടലുകൾ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ സാമൂഹ്യ ബോധങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു. ജനങ്ങളുടെ വേദനകളെ മനസ്സിലാക്കി അവർക്കായി പോരാടുക എന്നത് വി എസിൻ്റെ സ്ഥിരം സമീപനമായിരുന്നു. 2015 90-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ടവീര്യം കേരളം കണ്ടതാണ്. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഒപ്പമായിരുന്നു വി എസ് പോരാട്ടത്തിനിറങ്ങിയത്. എൻഡോസൾഫാൻ ദുരിതബാധിത കുടുംബങ്ങൾക്ക് നീതി നേടിക്കൊടുക്കാൻ വി എസിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സമരം വൻ ജനകീയ പ്രക്ഷോഭമായി ദേശീയ ശ്രദ്ധ നേടി. ഒപ്പം നിൽക്കാൻ ആരുണ്ട് എന്ന് നോക്കിയല്ല, അപ്പുറത്താരാണ് എന്ന് നോക്കിയുമല്ല വി എസ് ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തത്.
പാമോയിൽ ഇടമലയാർ അഴിമതി കേസുകളിൽ VS നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതായിരുന്നു. വ്യവഹാരങ്ങൾ എത്ര കാലം നീണ്ടാലും VS വിട്ടുവീഴ്ചയില്ലായിരുന്നു. അസാധാരണ പോരാട്ട മനസ്സും അപൂർവ പ്രതിഭാസവുമായി അദ്ദേഹം എപ്പോഴും അടയാളപ്പെട്ടു കിടക്കും. കേരള ചരിത്രത്തിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നുവെന്ന് വരും തലമുറ അത്ഭുതാദരങ്ങളോടെ ഓർക്കുന്ന ജീവിതം ബാക്കിയാക്കിയാണ് VS വിടവാങ്ങുന്നത്. ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ വഴി അദ്ദേഹത്തിന് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല. അഴിമതിക്കെതിരെ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, നിരന്തര നിയമ പോരാട്ടത്തിലൂടെ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് കൂടി ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്ന് കാണാൻ കഴിയും. 1.5 പതിറ്റാണ്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു VS. പ്രതിപക്ഷ നേതാവിൻ്റെ പദവി എന്താണ് എന്ന് കേരളത്തെ പഠിപ്പിച്ച നേതാവും കൂടിയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ വിസ്മരിക്കാനാകാത്ത വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് VS. കേരള രാഷ്ട്രീയത്തിൽ VS എന്ന രണ്ടക്ഷരം തലമുറകളുടെ ഓർമ്മകളെ തുടിച്ചു നിൽക്കും. ആ ഓർമ്മകൾ ഏതൊരു പൊതുപ്രവർത്തകനും കരുത്താണ്. പ്രിയങ്കരനായ VSൻ്റെ വേർപാടിൽ ഞാൻ ഈ സന്ദർഭത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണ്.